ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. നമ്മൾ ഈ രാത്രി 11 മണി ആറായപ്പം നമ്മൾ നേരെ നമ്മുടെ വണ്ടിയുടെ സൗണ്ട് വർക്കും ലൈറ്റ് വർക്കും ചെയ്യുന്ന ഇടത്തോട്ട് വന്നതാണ്. ഓക്കെ, വേറെ ഒന്നും ഉണ്ടല്ല, വണ്ടിയുടെ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ രാവിലെ എടുക്കാമെന്ന് ഓർത്താണ്. അപ്പോഴത്തേക്കെണ്ണം വിളിച്ചിട്ട് പറഞ്ഞു, വേടാ നാളെ രാവിലെ ഒരു ഓട്ടവും കാര്യങ്ങളൊക്കെ വന്ന് ഫിക്സ് ചെയ്ത് കിടപ്പുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ കംപ്ലീറ്റ് ആയെന്നുണ്ടെങ്കിൽ നീ എടുത്ത് വീട്ടിൽ കൊണ്ടിട്ടിട്ട് രാവിലെ വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓട്ടം പോകാമെന്ന് പറഞ്ഞു. വെളുപ്പിന് ഒരു 4 മണി കഴിയുമ്പോഴത്തേക്ക്. സോ അപ്പോൾ വന്ന് വണ്ടിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് പോസിബിൾ അല്ലല്ലോ. സോ അതുകൊണ്ട് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഇപ്പം തന്നെ വന്ന് വണ്ടിയും കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഇടുവാണ്. ഓക്കെ, അപ്പം നമ്മുടെ വണ്ടിയിൽ നോക്കിയാൽ കാണാം, ഇതൊക്കെയാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് പിടിപ്പിച്ച ലൈറ്റും കാര്യങ്ങളെല്ലാം. ഞാൻ ജസ്റ്റ് ഇപ്പം ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, നോക്കിയാൽ കാണാം, നമ്മുടെ നെയിം ബോർഡും കാര്യങ്ങളെല്ലാം കത്തുന്നുണ്ട്. ഒരു റെഡ് തീമിലാണ് നെയിം ബോർഡിൻ്റെ ലൈറ്റിനിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ നോർമൽ സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം, പിന്നെ ടോപ്പ് ലൈറ്റ് നമ്മൾ അഡീഷണലി ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ എടുത്ത സമയത്ത് വണ്ടിക്ക് ടോപ്പ് ലൈറ്റോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ ചെറിയ ചെറിയ സ്പീക്കറോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, അതെല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അപ്പോൾ അത് നിങ്ങൾ ലൈറ്റും കാര്യങ്ങളെല്ലാം കണ്ട സ്ഥിതിക്ക് ഇപ്പോൾ ഞാൻ ജസ്റ്റ് വണ്ടിയും കാര്യങ്ങളെല്ലാം ഒതുക്കിയിട്ടിട്ട് വോക്കലും കാര്യങ്ങളെല്ലാം ഒന്ന് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടിയും കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് നേരെ വീട്ടിൽ പോകാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ നൈസായിട്ട് വണ്ടിയും കാര്യങ്ങളെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് പുറത്തിറങ്ങിയിട്ട് വോക്കലും കാര്യങ്ങളെല്ലാം ഓണാക്കിയിട്ടൊന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ കഴിച്ചത് എങ്ങനെ നമ്മൾ വോക്കലും കാര്യങ്ങളെല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഇൻറ്റീരിയറും കാര്യങ്ങളെല്ലാം കാണിച്ചു തരുന്നത്. ഇതാണ് ഇൻറ്റീരിയറിൻ്റെ ഒരു വർക്കും കാര്യങ്ങളെല്ലാം വരുന്നത്. ഓക്കെ, അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമ്മൾ ലൈറ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒന്ന് ഓവറായിട്ട് സംഭവം ഇല്ലാതാനും ക്ലീൻ ആയിട്ട് തന്നെ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതും എങ്ങനെയുണ്ട്, ഇൻറ്റീരിയറും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടോ എന്ന് നോക്കിയിട്ട് പറയുക. ഇതാണ് നമ്മുടെ ക്യാബിൻ്റെ ഒരു വ്യൂവും കാര്യങ്ങളെല്ലാം വരുന്നത്. ഓക്കെ, ക്യാബിൻ ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചില്ല. അപ്പോൾ നൈസായിട്ട് വണ്ടിയും കാര്യങ്ങളെല്ലാം എടുത്ത് പോവാണ്, വേറെ ഒന്നും കണ്ടല്ല. നമ്മൾ വോക്കൽ ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് പോലീസും കാര്യങ്ങളെല്ലാം പോയി നിങ്ങൾ കണ്ടു കാണും. അപ്പം നമുക്ക് ചെറിയൊരു താക്കീതും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടാണ് പോയത്. നമുക്കറിയാവുന്ന ഒരാളായിരുന്നുകൊണ്ട് വലിയ സീനും കാര്യങ്ങളൊന്നും വന്നില്ല. പറഞ്ഞാടാ പെട്ടെന്ന് നൈസായിട്ട് പാട്ടും കാര്യങ്ങളെല്ലാം ഓഫ് ചെയ്തിട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോയില്ലെങ്കിൽ ശരിയാവത്തില്ല, നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് നമ്മൾ അവിടുന്ന് വോക്കലും കാര്യങ്ങളെല്ലാം ഓഫ് ചെയ്തിട്ട് വണ്ടിയും കാര്യങ്ങളെല്ലാം എടുക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ വീട്ടിൽ കൊണ്ട് വണ്ടിയും കാര്യങ്ങളെല്ലാം ഇടണം. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, വോക്കലും കാര്യങ്ങളെല്ലാം എങ്ങനെയുണ്ട്, ക്ലിയർ ആണോ പക്കയാണോ എന്ന് ഓർത്ത് നോക്കിയിട്ടൊന്ന് പറയുക. അപ്പോൾ നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ക്യാബിൻ ഈ ഒരു തീമിനാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ എഡിഷൻ നെയിം ഞാൻ ഓൾറെഡി റിവീൽ ചെയ്തതായിരുന്നു. വാരിയർ എന്നുള്ള ഒരു എഡിഷൻ നെയിമും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ സെറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഗ്രാഫിക്സിൽ വേറെ അഡീഷണൽ ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ നമ്മൾ മാറ്റിയിട്ടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വണ്ടിയും കാര്യങ്ങളെല്ലാം എവിടെ ഇടും എങ്ങനെ ഇടും എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ. സോ അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എവിടെ ഇടും എന്നാലോചിച്ച് നോക്കുവാണ്. അപ്പോൾ നൈസായിട്ട് തന്നെയാണ് എൻ്റെ റോഡിൽ നിന്ന് പുറത്തോട്ടാണ്, കാരണം രാത്രി ആയപ്പോലും വഴി മെയിൻ റോഡായതുകൊണ്ട് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, KSRTC ഒക്കെ ആയാലും വഴി പോകുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നൈസായിട്ട് വണ്ടിയും കാര്യങ്ങളെല്ലാം എവിടെയെങ്കിലും ഒതുക്കണം. ഓക്കെ, എനിക്കാണ് നല്ല ഉറക്കം വരുന്നുണ്ട്, കാരണം ഇനിയിപ്പം ജസ്റ്റ് 2-3 മണിക്കൂർ കിടന്ന് ഉറങ്ങിയിട്ട് വേണം രാവിലെ ഓട്ടവും കാര്യങ്ങളെല്ലാം പോകാൻ. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ വണ്ടിയും കാര്യങ്ങളെല്ലാം നൈസായിട്ട് ഒതുക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു ഫ്രണ്ടിലത്തെ ലുക്കും കാര്യങ്ങളും ഞാൻ ജസ്റ്റ് ക്യാബിൽ നിന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാബിനും കാര്യങ്ങളെല്ലാം വരുന്ന ഒരു സിംഹത്തിൻ്റെ ഒരു സംഭവം കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു തീമും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്യാബിൻ്റെ വിശേഷവും കാര്യങ്ങളെല്ലാം. അപ്പം മോഡ് വരുന്നത് നമ്മുടെ ലയൺ കിങ്ങിൻ്റെ ZS BS6 മോഡലാണ്. അപ്പം മോഡ് റിവ്യൂവും കാര്യങ്ങളെല്ലാം ഞാൻ ഓരോ ദിവസം ഇടുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് സൈഡിലത്തെ വിഷ്വലും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇതൊക്കെയുള്ളൂ ഇന്നത്തെ പരിപാടി. അപ്പം നാളെ രാവിലെ ട്രിപ്പും കാര്യങ്ങളെല്ലാം പോകുന്ന വീഡിയോ കാണിച്ചു തരാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ വണ്ടിയും കാര്യങ്ങളെല്ലാം ഓഫ് ചെയ്തിട്ട് കയറി കിടന്ന് ഉറങ്ങാൻ പോകണം. ഓക്കെ, അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.